വാർഡിൽ നിന്നും ആരായിരിക്കും നമ്മുടെ എടയൂർ പഞ്ചായത്തിലെ പാചക റാണിയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നോക്കിയല്ലേ ആർക്കാവും ഒന്ന് പറയോ? പഞ്ചായത്തിന്റെ പാചക റാണിയെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പാചക റാണി ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് നമ്പർ 19. എടയൂർ ഗ്രാമപഞ്ചായത്ത് പോഷന്മ 2023-24 പോഷകാഹാര മാസാചരണം സംഘടിപ്പിച്ചു. എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ICDSന്റെയും നേതൃത്വത്തിൽ ടി.ടി. ഫെസ്റ്റിവ ഓഡിറ്റോറിയത്തിൽ വെച്ച് പോഷകാഹാരമേളയും പോഷകാഹാരത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടിക്ക് ICDS സൂപ്പർവൈസർ രാധിക സ്വാഗതം പറഞ്ഞു. എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. എടയൂർ ഗ്രാമപഞ്ചായത്തും കുറ്റിപ്പുറം അഡീഷണൽ ICDSും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള പോഷന്മ 2024 പരിപാടിയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഹെൽത്തിയായ ഫുഡ് അതിൻ്റെ മത്സര പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100ഓളം മത്സരാർത്ഥികൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട ഫുഡ് ഐറ്റംസാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഹെൽത്തിയായ ഫുഡ് പരിചയപ്പെടുത്തുക, അത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ
പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി അംഗനവാടി തലത്തിൽ ഈ മത്സരം നടന്നു കഴിഞ്ഞു. ഇത് പഞ്ചായത്ത് തലത്തിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. നല്ല രീതിയിലുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ കുറ്റിപ്പുറം അഡീഷണൽ ICDS പ്രോജക്റ്റിൻ്റെ കീഴിൽ എടയൂർ പഞ്ചായത്തിൽ പോഷൺമ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഫെസ്റ്റിവൽ ഓഡിറ്റോറിയത്തിൽ കൂടിയിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്തിലെ 34 അംഗനവാടികളിൽ നിന്നും അംഗനവാടി പ്രവർത്തകരും അതുപോലെ തന്നെ ഏരിയയിൽ നിന്നുള്ള അമ്മമാരും മറ്റാളുകളുമാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളത്. പോഷൺമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ 2021 മുതൽ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, അതായത് സെപ്റ്റംബർ 1 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടുകൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് പോഷൺമ. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ ആളുകളിപ്പോൾ പട്ടിണി കിടക്കുന്ന ആളുകളെ നമുക്ക് വളരെ കുറവായിട്ടായിരിക്കും അറിയുന്നത്. ആളുകൾക്ക് പട്ടിണി എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ എടുക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ പോഷകാഹാരം എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് പോഷക ഗുണങ്ങളോട് കൂടിയ ആഹാരം, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഏതൊക്കെ ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പം 3 നേരം അരിഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ വിശപ്പ് മാറും. പക്ഷെ അങ്ങനെയല്ല, പകരം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ചില സംഗതികളുണ്ട്. ഇപ്പം ഇന്ത്യയിലൊരു കണക്ക് നോക്കുകയാണെങ്കിൽ 50% സ്ത്രീകൾ അനീമിക്കാണ്. അതായത് അവരുടെ ഹീമോഗ്ലോബിൻ കണ്ടന്റ് അല്ലെങ്കിൽ അയൺ കണ്ടന്റ് കുറവാണ്. അതുമൂലം സ്ത്രീകൾക്ക് വിളർച്ച തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യമായിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല. അപ്പം അത് വലിയൊരു പ്രശ്നമാണ്. അപ്പം അത്തരത്തിലുള്ള ബോധവൽക്കരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ എന്നും അരി ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഒരു ദിവസം എന്ത് ചെയ്യാം, ഗോതമ്പ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രാദേശികമായിട്ട് ലഭിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചീര അല്ലെങ്കിൽ ഇലക്കറികളുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ധാന്യങ്ങൾ തന്നെ പലതരം ധാന്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് റാഗി അല്ലെങ്കിൽ തെന, അതുപോലെ തന്നെ ബജ്ര, ചോളം, ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊന്നും വലിയ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ഇതൊന്നും നമ്മുടെ ഭക്ഷണശീലമല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ അരി തന്നെ നിരന്തരം തിന്നു. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ അരിയുടെ ദോശ, അരിയുടെ പുട്ട്, അല്ലെങ്കിൽ അരിയും ഉഴുന്നും ചേർന്നിട്ടുള്ള ഇഡലി, ഈ അരി ഒഴിവാക്കിയിട്ടുള്ള പരിപാടി നമുക്കില്ല. ഉച്ചയ്ക്ക് വീണ്ടും അരിയാണ്, വൈകുന്നേരം വീണ്ടും അരിയാണ്. അപ്പം ഇത് മാറിയിട്ട് പല ധാന്യങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ ആരോഗ്യം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ ഈ ധാന്യങ്ങളൊന്നും നമ്മുടെ ഒരു ഭക്ഷണശീലത്തിൻ്റെ ഭാഗമായിട്ട് വരാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പം അങ്ങനെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന, വലിയൊരു പൈസ മുടക്കിയിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കിട്ടാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നമുക്കതിനെക്കുറിച്ചൊരു വേണ്ടത്ര അവബോധം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ ഭക്ഷണശീലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താത്തത്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം നമുക്കും നല്ല രീതിയിൽ എന്താ പറയുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാണ്. എല്ലാ ദിവസവും ഇതൊക്കെ ഉണ്ടാക്കാന്നുള്ളതല്ല, പക്ഷേ നമ്മൾ നിരന്തരം നമ്മൾ പാലിച്ചു വരുന്ന ഒരു ഭക്ഷണ ശീലം മാറ്റിയിട്ട് കുറച്ചും കൂടി നമുക്ക് ആരോഗ്യദായകമായിട്ടുള്ള എന്നാൽ രുചികരമായ ഏറ്റവും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് ഇന്നോവേറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാവുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കുടി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന തസ്നി, മെമ്പർമാരായ ജൗഹറ കരീം, ദലീല പർവീൻ, വസന്ത, സൗമ്യ, നൌഷാദ് മണി, PT അയ്യൂബ് എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു. അംഗനവാടി വർക്കർ ചന്ദ്രിക നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.